ഗസയിൽ വെടിനിർത്തൽ കരാറിലെത്തിയിട്ടും സമാധാനമില്ലാതെ ഗസ ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നടന്ന ആക്രമണത്തിൽ ഗസയിൽ 11 പേരടങ്ങുന്ന ഒരു കുടുംബത്തിൽ പൂർണ്ണമായും ഇസ്രായേൽ കൂട്ടക്കൊല ചെയ്തു എന്ന ദാരുണമായ വാർത്തകളൊക്കെ ഗസയിൽ നിന്നും അവിടെ നിന്നും ഏറ്റവും പുതിയതായി വരുന്നുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഗസയിൽ 360 പേരുടെ മൃതദേഹമാണ് ഇസ്രായേൽ കൈമാറാൻ ധാരണയായത്. പക്ഷേ അതിൽ പകുതി പേരുടെ മൃതദേഹങ്ങൾ കൈമാറിയിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതായത് ഇസ്രായേൽ തിരികെ നൽകിയ മൃതദേഹങ്ങൾ എന്ന് പറയുന്നത് 120 മൃതദേഹങ്ങളാണ് കൈമാറിയത്. അത് തിരിച്ചറിയാൻ കഴിയാത്ത 120 മൃതദേഹങ്ങളാണ് കൈമാറിയത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇസ്രായേൽ തിരികെ നൽകിയ നമ്പർ മാത്രം രേഖപ്പെടുത്തിയ 120 മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഫോറൻസിക് വിദഗ്ധർ. ഗസയിലെ ഫോറൻസിക് വിദഗ്ധർ കൈകളും കാലുകളും ഒക്കെ ബന്ധിച്ച് കണ്ണുകൾ കെട്ടിയ നിലയിലും വെടിയേറ്റ പാടുകളോട് കൂടിയ നിലയിലുമാണ് ചില മൃതദേഹങ്ങൾ ക്രൂരമായ പീഡനത്തിന്റെ ലക്ഷണങ്ങൾ ഉള്ളതായും ഗസയിലെ ഡോക്ടർമാർ വെളിപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും കൂടെ പറയാനുള്ളത്, അതായത് ഈ മൃതദേഹത്തിന് നമ്പറാണ്. അതായത് ആരുടെയാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഓരോ മൃതദേഹത്തിനും നമ്പർ നൽകിയിട്ടുണ്ട്. എല്ലാ മൃതദേഹങ്ങളുടെയും കൈകളും കാലുകളും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂട്ടിക്കെട്ടുകയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഭാരമേറിയ വാഹനങ്ങൾ ഈ മൃതദേഹത്തിലൂടെ കയറി ഇറങ്ങിപ്പോയതായും കണ്ടു എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഏതായാലും ചിത്രങ്ങളിൽ സിപ്പ്, ടൈകൾ, കണ്ണുകെട്ടിയ തുണികൾ, വെടിയുണ്ടകൾ, ഏറ്റ പാടുകളെല്ലാം തന്നെയും ഈ മൃതദേഹത്തിന്റെ ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിലെല്ലാം തന്നെയും കാണാൻ കഴിയുന്നുണ്ട്. ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം, മൃതദേഹങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് യുവാക്കളുടെയും കുഞ്ഞുങ്ങളുടെയും മൃതദേഹങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഫോറൻസിക് വിദഗ്ധരുടെ ഒരു നിരീക്ഷണം എന്ന് പറയുന്നത്, ഈ പുറത്തു വന്ന മൃതദേഹത്തിന്റെ ചിത്രം പരിശോധിച്ച ഈ ഫോറൻസിക് പത്തോളജിസ്റ്റ് പറയുന്നത് ഇങ്ങനെയാണ്: മരിക്കുന്നതിന് മുൻപ് ഈ മരിച്ച വ്യക്തിയെ കൈകെട്ടിയിടുകയും കണ്ണ് മൂടുകയും ചെയ്തതിനാൽ വലിയ സാധ്യതയുണ്ട് ഒരു ഭാരമേറിയ വാഹനം ഇവരുടെ ശരീരത്തിലൂടെ കയറ്റിയിറക്കി അത്രയും നാശനഷ്ടങ്ങൾ ശരീരത്തിൽ ഉണ്ട്. മൃതദേഹം കുഴിച്ചിട്ട ശേഷം വാഹനം ഓടിച്ചതാകാം എന്നൊക്കെ തന്നെയാണ് ഫോറൻസിക് വിദഗ്ധർ പറയുന്നത്. അതിൽ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം, ഈ മൃതദേഹം തിരിച്ചറിയാൻ വേണ്ടി നെട്ടോട്ടമാണ്. കാണാതായ മകനെ, ഭർത്താവിനെ, പിതാവിനെ, മകളെയൊക്കെ കണ്ടെത്താൻ കഴിയാതെ വിഷമിക്കുന്ന ഒട്ടനവധി പേരാണ് ഗസയിൽ ഉള്ളത്. ഏതായാലും MCA നാസർ നമുക്കൊപ്പം ഈ ഘട്ടത്തിൽ ചേരുകയാണ്. MCA, ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു. സമാധാനം ഇപ്പോൾ ഗസയിൽ സാധ്യമായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യമായിട്ടില്ല. 300 മൃതദേഹങ്ങളാണ് കൈമാറേണ്ടത്. പക്ഷെ അത്രയും മൃതദേഹങ്ങൾ ഇതുവരെയും കൈമാറിയിട്ടില്ല. ഹമാസ് നേതാക്കളുടെ പോലും മൃതദേഹങ്ങൾ കൈമാറാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല. നിലവിലത്തെ ഒരു സാഹചര്യം എന്താണ് ഗസയിൽ? ഏതാണ്ട് ഇപ്പം ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിട്ട് ഒരാഴ്ച പിന്നിടുന്ന ഒരു ഘട്ടത്തിൽ സ്ഥിതിഗതികളിൽ വലിയ മാറ്റങ്ങൾ വന്നുവെന്ന് പറയാൻ സാധിക്കുകയില്ല. ഒരു വ്യാപകമായിട്ടുള്ള ഒരു ആക്രമണം നടക്കുന്നില്ല. യെല്ലോ ലൈനിലേക്ക് സൈന്യം പിന്മാറിയിട്ടുണ്ട്. അതേസമയം തന്നെ ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ 20 ബന്ദികളെയും നേരത്തെ കരാറിൽ പറഞ്ഞത് പ്രകാരം തന്നെ വിട്ടയച്ചു. പിന്നെയുള്ളത് 28 ബന്ദികളുടെ മൃതദേഹങ്ങളാണ്. അതിൽ ഇന്നലെ രാത്രി ഒരു മൃതദേഹം കൂടി കൈമാറി. അങ്ങനെ മൊത്തം 10 മൃതദേഹങ്ങൾ ഹമാസിന്റെ ഭാഗത്തു നിന്ന് കൈമാറി. ഇനി ഇവർ 18 മൃതദേഹങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതും പല ഭാഗങ്ങളിലായിട്ട് സംസ്കരിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലും അത്തരമൊരു ഘട്ടത്തിൽ അത് കണ്ടെടുക്കുക എന്നത് വലിയ സങ്കീർണമായിട്ടുള്ള പ്രക്രിയയാണ്. ഇത് ഈ മധ്യസ്ഥ ചർച്ചകളുടെ വേളയിൽ തന്നെ ഹമാസ് നേതൃത്വം വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഉടമ്പടിയിൽ വെടിനിർത്തൽ കരാറിൽ നിശ്ചിത സമയം എന്നതൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. പരമാവധി വേഗത്തിൽ ഈ മൃതദേഹം കണ്ടെത്താനും അത് ഇസ്രായേലിന് കൈമാറാനുമുള്ള ഒരു നിർദ്ദേശമാണ് അടങ്ങിയത്. എങ്കിലും തങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാ ശ്രമങ്ങളും ഈ മൃതദേഹം കണ്ടെത്തി ഇസ്രായേലിന് കൈമാറാനുള്ള നീക്കങ്ങൾ നടക്കുന്നതായിട്ട് ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ട്. പകരം നേരത്തെ അജി സൂചിപ്പിച്ചതുപോലെ 360 മൃതദേഹങ്ങളാണ് പലസ്തീനികളുടേതായിട്ട് ഇസ്രായേൽ കൈമാറേണ്ടത്. അതിൽ 120 എണ്ണം ഇന്നിപ്പോൾ 15 മൃതദേഹങ്ങൾ കൂടി കൈമാറിയിട്ടുണ്ട്. അപ്പം 135 മൃതദേഹങ്ങൾ കൈമാറി. ബാക്കിയുള്ള മൃതദേഹങ്ങൾ എപ്പോൾ കൈമാറുന്നത് സംബന്ധിച്ച ഒരു കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് നൽകിയിട്ടില്ല. അതുമാത്രമല്ല, അജി സൂചിപ്പിച്ച പോലെ വലിയ തോതിലുള്ള പീഡനങ്ങൾ, ദേഹോപദ്രവങ്ങളൊക്കെ ഏറ്റാണ് ഈ ആളുകൾ കൊല്ലപ്പെട്ടതെന്ന് കൃത്യമായിട്ട് തെളിയിക്കുന്ന നിരവധി തെളിവുകളാണ് ഇപ്പോൾ ഫോറൻസിക് വിഭാഗം പുറത്തുവിട്ടിരിക്കുന്നത്. അവരെ ഈ ആളുകളിൽ ഭൂരിഭാഗത്തെയും
ഇസ്രായേൽ ആസൂത്രിതമായി തന്നെ കൊലപ്പെടുത്തി എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള തെളിവുകൾ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ ശക്തമായിട്ടുള്ള ഒരു പ്രതികരണം ഉണ്ടാകണമെന്ന് അന്തർദേശീയ സമൂഹം ഇടപെടണമെന്നുമുള്ള അഭ്യർത്ഥന ഹമാസും അതോടൊപ്പം തന്നെ മനുഷ്യാവകാശ പ്രവർത്തകരും ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അതേക്കുറിച്ച് ഒന്നും ചർച്ച വരുന്നില്ല. ഇസ്രായേൽ കൈമാറാനുള്ള ഒരു 18 മൃതദേഹം മാത്രമാണ് അമേരിക്കയെ വലിയ തോതിൽ അസ്വസ്ഥമാക്കുന്നത്. അത് കൈമാറിയിട്ടില്ല എങ്കിൽ വീണ്ടും ഗസയ്ക്ക് നേരെ ആക്രമണം പുനരാരംഭിക്കാൻ ഇസ്രായേലിനെ പ്രേരിപ്പിക്കും എന്ന അർത്ഥത്തിലുള്ള പ്രതികരണമാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വരുന്നത്. ഇത് ഇപ്പം ഈ വെടിനിർത്തൽ ഒരാഴ്ച പിന്നിടുമ്പോഴൊരു ഘട്ടത്തിൽ 47 വെടിനിർത്തൽ ലംഘനങ്ങളാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. 38 പേർ ഇതിൽ കൊല്ലപ്പെട്ടു, ഏതാണ്ട് 143 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. അതിൽ തന്നെ ഈ വെടിനിർത്തൽ കരാറിൽ പറഞ്ഞത് ഗസയിലേക്ക് വിലക്കുകളില്ലാത്ത ഭക്ഷ്യവസ്തുക്കളും സഹായവും എത്തിക്കുമെന്നാണ്. പക്ഷേ ഇപ്പോൾ പോലും റഫ അതിർത്തി തുറന്നുകൊടുക്കാനോ അതിലൂടെ ട്രക്കുകൾ കയറ്റിവിടാനോ ഉള്ള ഒരു നീക്കം പോലും ഉണ്ടായിട്ടില്ല. നിത്യം 600 ട്രക്കുകൾ കയറ്റിവിടുമെന്നായിരുന്നു ധാരണയിൽ വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ ഇപ്പോൾ വളരെ പരിമിതമായിട്ടുള്ള ട്രക്കുകൾ മാത്രമാണ് നൽകുന്നത്. അതോടൊപ്പം തന്നെ ഈ ഉപകരണങ്ങൾ, ഈ തകർന്നടിഞ്ഞ കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കാനുള്ള സംവിധാനങ്ങൾ, ഇതൊക്കെയും നൽകുന്നതിൽ വിലക്കും ശക്തമായിട്ടുള്ള എതിർപ്പുമാണ് ഇസ്രായേൽ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അന്തർദേശീയ സമൂഹം, അമേരിക്ക ഉൾപ്പെടെ ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ കുറ്റകരമായിട്ടുള്ള മൗനം പാലിക്കുകയും ഇസ്രായേലിന്റെ മാത്രം അവരുടെ 18 ബന്ദികളെ എത്രയും പെട്ടെന്ന് വിട്ടയക്കണം എന്ന ഒരൊറ്റ ബിന്ദുവിലേക്ക് മാത്രം ഈ ചർച്ചകൾ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്ന വളരെ വൈരുദ്ധ്യപൂർണ്ണമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ഗസ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ വൈകാരികമായ ഒരു അവസ്ഥയിലൂടെയാണ് ഗസയിലെ ആ ജനത ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്പർ മാത്രം, ഒരു നമ്പർ കൊണ്ട് എങ്ങനെയാണ് നമ്മുടെ ബന്ധപ്പെട്ടവരെ, ഉറ്റവരെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സാഹചര്യം. അങ്ങനെയാണ് ഗസയിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അതിനിടയിലാണ് ഇസ്രായേലിന്റെ ഈ ആക്രമണം. വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിട്ടും ഇത്തരത്തിലൊരു അക്രമ സ്വഭാവം കാണിക്കുന്ന ഒരു ഇസ്രായേലിന്റെ ഒരു നരനായായിട്ട് വീണ്ടും ഇങ്ങനെ നടക്കുന്നു എന്നുള്ളതും ഏറെ വേദനിപ്പിക്കുന്ന ഒരു വസ്തുത